എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരുന്ന പോസ്റ്റ് ഓഫീസ് GDS റിക്രൂട്ട്മെൻറ്റിൻ്റെ രണ്ടാമത്തെ മെറിറ്റ് ലിസ്റ്റ് ഇതാ റിലീസായിട്ടുണ്ട്. ഫസ്റ്റ് ലിസ്റ്റ് വന്നപ്പോൾ നിങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചതാണ്. അപ്പോൾ അതിൽ കുറേ പേരുണ്ടായിരുന്നു, ലിസ്റ്റിൽ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ആ ലിസ്റ്റിൽ ഇടം പിടിക്കാത്തവർ എന്ത് ചെയ്യുക, നിങ്ങൾ സെക്കൻഡ് ലിസ്റ്റ് കൂടെ നോക്കുക. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ വീഡിയോ ഒക്കെ നിങ്ങളിലേക്ക് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എത്തിച്ചതാണ്. മിനിമം 10ാം ക്ലാസ് അത്യാവശ്യം നല്ല മാർക്കോടുകൂടി പാസ്സായി അവർക്ക് പോസ്റ്റ് ഓഫീസിൽ, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലൊരു ജോലി, അതാണ് ഈ നോട്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അപേക്ഷ അയച്ചവരെന്ത് ചെയ്യുക, ഈ ഒരു ലിസ്റ്റ് പരിശോധിക്കുക കേട്ടോ. ഇതിലേക്ക് പരീക്ഷയൊന്നുമില്ല, 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സെലക്ഷൻ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരെ ലിസ്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ട് ലിസ്റ്റ് എങ്ങനെ പരിശോധിക്കാം, നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് എങ്ങനെ നോക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഗ്രാമീൺ ദക് സേവക് GDS. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ കാണാം ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ഷെഡ്യൂൾ 1, അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കേരള സെലക്ട് ചെയ്യാം കേട്ടോ. കേരള, അതിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് 2 അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതാ ലിസ്റ്റ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലിസ്റ്റ്. ടോട്ടൽ 36 പേജ് ഉണ്ട്. 36 പേജ് നിങ്ങൾ സെപ്പറേറ്റ് നോക്കൊന്നും വേണ്ട, അവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ 11/5/2026 വന്ന ലിസ്റ്റാണ്, ഇപ്പോൾ വന്ന ലിസ്റ്റ് തന്നെയാണ്. SMS ആയിട്ടും ഇമെയിലായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, അവരിവിടെ പറയുന്നുണ്ട്. ടോട്ടൽ 943 പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത്. എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. വീഡിയോ കാണുന്ന ആരെങ്കിലും ലിസ്റ്റിലുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് പറയുന്നത് സീരിയൽ നമ്പറാണ്, എണ്ണം, ഡിവിഷനാണ്, പിന്നെ പറയുന്നത് ഏത് ഡിവിഷനിലേക്കാണ് നിങ്ങൾ എടുത്തത്, ഏത് പോസ്റ്റ് ഓഫീസാണ്, പോസ്റ്റ് ID, പോസ്റ്റ് നെയിം അറിയാം. ദക് സേവക് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കമ്മ്യൂണിറ്റി, ഇതാ രജിസ്ട്രേഷൻ നമ്പർ. ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെർച്ച് ചെയ്ത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. പേഴ്സൻറ്റേജ് ഓഫ് മാർക്ക്, നിങ്ങൾക്ക് കിട്ടിയ പേഴ്സൻറ്റേജ്. അപ്പോൾ 81, 90, 95, 81 എന്നൊക്കെ പറയുമ്പോൾ റിസർവേഷൻ ഉള്ളവർക്കായിരിക്കും. 81.1 ഇവിടെ PWD ഡിസബിലിറ്റി ഉള്ളവർക്കൊക്കെ. ഈ ഒരു ഉദ്യോഗാർത്ഥി കൈനക്കരി SO ആ ഒരു പോസ്റ്റ് ഓഫീസിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്. ദക് സേവകാണ് പോസ്റ്റ്. 81 കട്ട് ഓഫ് വന്നിട്ടുണ്ട്. നോർമലി നോക്കുകയാണെങ്കിൽ 92 എബോവ്, 92, 95 എബോവ് ആണ് കട്ട് ഓഫ്. ഓക്കെ, 81 എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഡിസബിലിറ്റി ഉള്ളവർക്കൊക്കെയാണ് പ്രിഫറൻസ്, ആ ഒരു കട്ട് ഓഫ് കുറവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചവർ എന്ത് ചെയ്യണം, 26/5/2026 ഈ മാസം 26ാം തീയതിക്ക് മുന്നേ നിങ്ങൾ ഏത് പോസ്റ്റ് ഓഫീസിലേക്കാണോ സെലക്ട് ആയത് ആ ഒരു പോസ്റ്റ് ഓഫീസിലെത്തണം. എല്ലാ പ്രൂഫും ഒറിജിനലും കൊണ്ടുപോകണം. 2 സെറ്റ് ഫോട്ടോ കോപ്പി നിങ്ങൾ കൊണ്ടുപോകണം കേട്ടോ. 26ാം തീയതിക്ക് മുന്നെയാണ്, 26ാം തീയതി എത്തണം എന്നല്ല, 26ാം തീയതിക്ക് മുന്നേ എത്തിക്കണം നിങ്ങൾ ചെല്ലുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു സെർച്ച് ബാറിൻ്റെ അവിടെയാണ് നിങ്ങൾ, ഓക്കെ, ഇവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത്. അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.